ടേബിളിൽ 10 ഗ്ലാസ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ 10 ഗ്ലാസ് ഈ 3 ബോൾ കൊണ്ട് എറിഞ്ഞ് താഴെ വീഴ്ത്തണം. താഴെ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ മുകളിൽ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും കാണാൻ പാടില്ല. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ താഴെ കിടക്കണം. എങ്കിലും സാറിന് 300 രൂപ സമ്മാനമായിട്ട് ഞാൻ തരും. ഇനി അഥവാ താങ്കളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ താങ്കളെ കൊണ്ട് ഞാൻ പറയുന്ന ബോളിനുള്ളിൽ എറിയിച്ച് വീഴിച്ചും കാണിച്ചു തരാം. അതിന് എനിക്ക് വേറെ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 50 രൂപ തന്നെ മതി. ഒരു 10 മിനിറ്റ് നേരം നിൽക്കാൻ പറ്റുമോ സാറിന്? കുറച്ച് നേരം നിൽക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന മാതിരി കുറച്ച് നേരത്തേക്ക് കേൾക്കണം. ഫാമിലി ആയിട്ടാണോ വന്നേക്കണം? ഓക്കെ, ഫാമിലിയോട് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാനോ പറയാനൊന്നും പാടില്ല. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം താങ്കൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ജയിപ്പിച്ച് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ 50 രൂപയ്ക്ക് താങ്കൾ തന്ന മാതിരി ഇപ്പൊ ഇതിന് പൈസ ഒന്നും വേണ്ട. ഈ 3 ബോൾ 50 രൂപയ്ക്ക് തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി താങ്കൾ ഫസ്റ്റ് ബോൾ എറിയുമ്പോൾ ഞാൻ പറയാം എത്ര ബോൾ കൊണ്ട് താങ്കളെ കൊണ്ട് എറിയാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ബോൾ എറിഞ്ഞതിന് ശേഷം താങ്കളുടെ ഏറ് കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 17 ബോളിനുള്ളിലേ താങ്കൾക്ക് ഇടാൻ പറ്റുള്ളൂ. 17 ബോളിനുള്ളിൽ താങ്കൾക്ക് അത്രയും ക്ലാസ് തീർക്കാൻ പറ്റും. നോക്കിയാലോ. ഇനി ഒരു 17 ബോളാണ് നമ്മുടെ ഇതിലുള്ളത്. അത് വേറെയാണ് കേട്ടോ, സെപ്പറേറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ബോൾ. ഈ 17 ബോളിനുള്ളിൽ നിന്നാണ് ഞാൻ പറഞ്ഞേക്കണം. 8 ആവാം, 6 ആവാം, 2 ആവാം, 1 ആവാം. ഉള്ളിൽ അത് വിട്ടുപോകില്ല. പിന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക. താങ്കൾ വിചാരിച്ച് എനിക്ക് പണി തരാൻ പറ്റും, 3000 ബോളും എന്നെ കൊണ്ട് പറപ്പിക്കാൻ പറ്റും, അത് വേറെ കാര്യം. അപ്പൊ ഇനി ഞാൻ പറയുന്ന മാതിരി കേൾക്കാം. കാല് 2 ചേർത്ത് വെക്കാം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ പൈപ്പ് മഞ്ഞി തുടരുത്. ഈ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് കേൾക്കണം. ഈ പൈപ്പുമ്മ യാതൊരു കാരണവശാലും തുടരുത്. എന്നെ ശ്രദ്ധിക്കരുത്. ഓക്കെ, ഇനി പറയട്ടെ. പറയുന്നതിന് മുമ്പ് എറിയരുത്. തിരക്ക് പിടിക്കും. നമ്മുടെ തിരക്കാണ് എല്ലാത്തിനും പ്രശ്നം. തിരക്ക് ഒഴിവാക്കുക. കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാം. സിവിൽ എഞ്ചിനീയറാണ്. നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഒരു വർക്കാണ്. ഓക്കെ, നമ്മളതൊന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആക്കാനുള്ള ചെറിയൊരു മോട്ടിവേഷൻ, ചെറിയൊരു മൈൻഡ് ഗെയിമാണ്. ഇനി എൻ്റെ എനർജി, ഞാനാണ് കളിക്കുന്നത്. എൻ്റെ എനർജി താങ്കളിലേക്ക് പാസ് ചെയ്താൽ ഡൈവേർട്ട് ചെയ്യാൻ പോവാം. നമുക്കൊന്ന് നോക്കാം. താങ്കൾ തിരക്ക് പിടിക്കല്ലേ? തിരക്കാണ് പ്രശ്നം. തിരക്ക് പാടില്ല. ഓക്കെ, ഒന്ന് റിലാക്സ് ആവുക. കാല് 2 ചേർത്ത് വെക്കുക. നന്നായിട്ട് 3 4 5 പ്രാവശ്യം ബ്രീത്ത് എടുക്കുക. സൈലന്റ് ആവുക. ഗ്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ഇനി താങ്കളുടെ കണ്ണിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഓക്കെ, എൻ്റെ കണ്ണ് അടയുകയില്ല. താങ്കളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാനാണ് കളിക്കുന്നത്. ഈ 17 ബോളിനുള്ളിൽ താങ്കളെ കൊണ്ട് സാധിച്ചിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന മാതിരിയാണ്. താങ്കളെ എനിക്ക് പിടിക്കാൻ പറ്റിയ ഞാൻ പറയാൻ ഓക്കെ ആണെന്ന്, ഇല്ലെങ്കിൽ ആ ഫൗളാവും. ആ ബോള് റിട്ടേൺ 17 തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. 2 കാല് ചേർത്ത് വെക്കുക. ബ്രീത്ത് എടുത്തിട്ട് സാവകാശം പറയുന്ന അങ്ങോട്ട് കേൾക്കൂ. തിരക്ക് പിടിക്കല്ലേ? വീണ്ടും ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ചെയ്തിട്ട് താങ്കൾക്ക് ജയിക്കാൻ പറ്റും എന്ന് തോന്നുമ്പോൾ മാത്രം ബോൾ കയ്യിൽ നിന്ന് വിടുക. അല്ലാണ്ട് വിടരുത്. എന്നെ നോക്കരുത്. ഗ്ലാസ്സിൽ മാത്രമായിരിക്കും ശ്രദ്ധ. 2 ബ്രീത്തിങ് പോരാ. കാല് ചേർത്ത് വെക്കാൻ പറഞ്ഞു, അത് കേട്ടിട്ടില്ല. താങ്കളെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഫൗള് ബോളുകളാണ് കേട്ടോ. താങ്കളെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിടിക്കാൻ പറ്റിയ ഞാൻ ഓക്കെ പറയും. താങ്കൾ ബ്രീത്ത് പോലും കൊടുത്തറില്ല. എന്തായിട്ടെന്ന് നോക്കിയാലും കൊള്ളില്ല. ഞാനല്ലേ പറയുന്നത് കൊള്ളില്ലാന്ന്. കളിക്കുന്ന ഞാനാണ്. അത് കൊള്ളും. അതാണ് എനർജി ഞാൻ പാസ് ചെയ്ത്. താങ്കൾക്ക് ദേഷ്യം വന്നാൽ മാത്രമേ എന്റെ കാര്യം സാധിക്കുകയുള്ളൂ. അപ്പൊ വീണ്ടും ആ ദേഷ്യം പോയി. പറയാം എത്ര ബോൾ ഫൗളാക്കിന്ന് ഞാൻ പറയാം. അത് റിട്ടേൺ തരുകയും ചെയ്യും. വീണ്ടും ബ്രീത്ത് ചെയ്യാം. മനസ്സിൽ സംസാരിക്കുക. ഒച്ചയൊക്കെ വരുന്ന മനസ്സിനോട് മാത്രമേ പറയാവൂ. 17 ബോളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എത്രയുണ്ട്? ഇതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. താങ്കളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. നമ്മുടെ ഈ ദേഷ്യം, എടുത്തുചാട്ടം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒരു നിസ്സാര സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് കേട്ടോ. അതൊന്നും ഒഴിവാക്കി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്നാൽ കുറെ ടെൻഷൻ കൂടെ ഒഴിവായി കിട്ടും. അടുത്ത ആരെങ്കിലും ഉണ്ടോ കളിക്കാൻ? 50 രൂപയാണ് കളിക്കാനായിട്ട് കേട്ടോ. സമയമുണ്ടല്ലോ അല്ലേ? നിൽക്കാൻ സമയമുണ്ടല്ലോ.
തിരക്ക് പിടിക്കില്ല. 50 രൂപയാണെന്നുണ്ടെങ്കിൽ അത് കളിച്ചിട്ട് പോകേണ്ടി വരും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബോളിനുള്ള താങ്കളെ കൊണ്ട് ഞാൻ അതുപോലെ ഇടിച്ച് കാണിച്ചു തരാം. അത്രേ ഓഫർ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു മൈൻഡ് ഗെയിമാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ തട്ടിപ്പോ വെട്ടിപ്പോ അവിടെ ഒട്ടിച്ചു വെച്ചേക്കണോ, അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ താങ്കൾ ശ്രദ്ധിച്ച് കളിച്ച ഒറ്റ ബോൾ കൊണ്ട് താങ്കൾക്ക് 300 രൂപ സ്വന്തമാക്കാൻ പറ്റും. കാണിച്ചും തരാം. ഈ പോയിന്റിൽ കൊള്ളിച്ചാൽ ഈ ഒരു ഗ്ലാസ് ഇവിടെ വന്നിരിക്കും, താങ്കൾ പെട്ടു. പിടുത്തം കിട്ടിയോ? അവിടെ അല്ല കൊള്ളിക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ഗ്ലാസിന്റെ എഡ്ജ് കണ്ടോ, അതുമ്പോ കൊള്ളണം. അതുമ്പോ കൊണ്ടാൽ മാത്രമേ ഈ 10 ഗ്ലാസ് ഒരുമിച്ച് പുറത്തേക്ക് പോവുള്ളൂ. ഒറ്റ ബോളുണ്ട് കേട്ടോ, ഒറ്റ ബോളിന്റെ കാര്യമാണ് പറഞ്ഞത്. നോക്കാം, കളിച്ചോളൂ. തിരക്ക് പിടിക്കേണ്ട, ആവുന്നത്ര സമയവും തരും. ഇനി നോക്കണോ? ഒന്നും കൂടി വേണ്ട.